ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. നമ്മുടെ ഈ ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡാണിത്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഇയാൻ കിങ് ഇടുന്ന റെഡ് ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. മിന്നടക്കം എല്ലാവരും അവിടെ ഉണ്ടാകും. കിങ്ങിന്റെ ചെയറിലിരുന്ന് ആദ്യമായി ഇയാൻ പറയുന്നത് രാജവാഴ്ച നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. ഇയാനിപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുമല്ലേ, ഇപ്പൊ അവിടെ എന്തായിട്ടുണ്ടാകും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഹ്യോങ്. കഴിഞ്ഞ ദിവസം നീ കിങ് ആയാൽ എന്ത് നിയമമായിരിക്കും ഫസ്റ്റ് കൊണ്ടുവരിക എന്ന് ഹീജു അവനോട് ചോദിച്ചപ്പോ ഈ രാജവ്യവസ്ഥ ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. എന്തു വന്നാലും അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് അവന് വിശ്വാസമായിരുന്നു. രാജവാഴ്ച കാരണം അവിടുത്തെ ക്യാബിനറ്റ് മെമ്പേഴ്സിനും റോയൽ ഫാമിലി അങ്ങനെ എല്ലാവർക്കും ഒരുപാട് പ്രിവിലേജസ് ഉണ്ടാകും. അതൊക്കെ ഇല്ലാതാക്കാനാണ് ഇയാൻ ഈ തീരുമാനം എടുക്കുന്നത്. അവൻ കിങ് ആവാൻ വേണ്ടി നോക്കിയതും ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് അവൻ പറയുമ്പോൾ എല്ലാവരും അത് എതിർക്കും. എല്ലാ വർഷവും മൊണാർക്ക് അബോളിഷ് ചെയ്യണോ എന്ന പോളൊക്കെ ആളുകളെ കൊണ്ട് നടത്താറുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മൊണാർക്ക് അബോളിഷ് ചെയ്യണ്ട എന്ന് പറയുന്നവരുടെ കണക്ക് കുറഞ്ഞു വരികയാണ്. എല്ലാവരും എതിർത്തത് കാരണം അവിടെ ഒരു തീരുമാനമില്ലാതെയാണ് ആ മീറ്റിംഗ് അവസാനിക്കുന്നത്. പാലസിന് പുറത്ത് മീഡിയാസ് എല്ലാം ഈ ന്യൂസ് അറിഞ്ഞ് വെയിറ്റ് ചെയ്യായിരിക്കും. ഇതിനെ കുറിച്ചൊക്കെ അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മിന്നെ അവിടുന്ന് പോകും. ഈ ന്യൂസൊക്കെ കണ്ട് തേജു ഇവൻ ഇപ്പോഴല്ലേ കിങ് ആയത്, പിന്നെ എന്തിനാ ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് എന്നൊക്കെ പറയും. ക്യൂൻ മദർ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ജയിലിൽ വന്നതായിരിക്കും. ഇവൻ ജയിലിലായ കാരണമൊക്കെ അറിഞ്ഞാൽ ആ കുട്ടിക്ക് എത്രത്തോളം സങ്കടമാകുമെന്ന് നിനക്ക് അറിയുമോ എന്നൊക്കെ ഇംപ്യോങ് പറയുമ്പോൾ അവനിതൊക്കെ ഓൾറെഡി അറിയാം. ഇത്രയും കാലം അതൊക്കെ സ്വയം സഹിച്ചാണ് അവൻ ജീവിച്ചത്. ഇംപ്യോങ് ചെയ്ത ക്രൈമൊക്കെ അവൾ അറിഞ്ഞപ്പം അതെല്ലാം അവൾക്ക് വേണ്ടിയാണെന്ന് കൂടി പറഞ്ഞപ്പോ അതെല്ലാം അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു. ഇതേ അവസ്ഥയായിരിക്കും ആ കുട്ടിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ക്യൂൻ മദർ അവിടുന്ന് പോവുക. പ്രൈം മിനിസ്റ്റർ മിന്നിന് എക്സ്പ്ലോഷനെ കുറിച്ചെല്ലാം അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവൻ ഇയാനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ഇംപ്യോങ് പറയും. അവിടുന്ന് ക്യൂൻ മദർ പുറത്തു വരുമ്പോൾ അവിടെ മിന്നുണ്ടാകും. മിന്ന അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവളൊന്ന് പേടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ പാലസിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് മിൻ പറയും. അടുത്ത വീക്ക് ക്യാബിനറ്റില് ഈ അബോളിഷിങ്ങിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കും. ക്യാബിനറ്റ് മെമ്പേഴ്സ് എല്ലാം അത് റിജക്ട് ചെയ്യും. ക്യൂൻ മദറിനോടും അത് റിജക്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അഥവാ മിൻ പറയുന്നത് അവൾ കേട്ടില്ലെങ്കിൽ എന്താ നടക്കുക എന്ന് അവൾ ചോദിക്കും. ലേറ്റ് കിങ്ങിന്റെ ഉത്തരവ് മറച്ചു വെച്ചാണ് തന്റെ മകനെ കിങ് ആക്കിയത് എന്ന് പുറത്തറിഞ്ഞാൽ നിങ്ങളുടെ ഒരേ ഒരു മകൻ ക്രിമിനൽ ആയിട്ടായിരിക്കും അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞ് മിൻ അവളെ ഭീഷണിപ്പെടുത്തും. ഇയാനെ കുടുക്കിലാക്കാൻ വേണ്ടി മിൻ പാലസിലെ ക്യാഷ് എല്ലാം ഫ്രീസ് ചെയ്യും. അത് കാരണം ഇപ്പൊ അവിടുത്തെ സ്റ്റാഫിന് പോലും സാലറി കൊടുക്കാൻ പറ്റാതാകും. ഇതറിഞ്ഞ് ഹീജു പറയും എനിക്ക് ഒരുപാട് പൈസയുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യും എന്നായിരുന്നു എന്റെ ടെൻഷൻ. അവള് പാലസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൻ തടയുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അവൾ അവളുടെ പൈസയൊക്കെ ഡൊണേറ്റ് ചെയ്യും. പാലസിന്റെ ആനുവൽ ഇൻകത്തിനും കൂടുതലായിരിക്കും ഹീജു ഡൊണേറ്റ് ചെയ്തത്. ഇതറിഞ്ഞ് മിന്നിന് ഒരുപാട് ദേഷ്യം വരും. ഹീജുവിന്റെ ഫോണിലേക്ക് ദയോങ്ങിന്റെ കോൾ വന്ന് അവളോട് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാൻ പറയും. ഹീജു പാലസിലേക്ക് ഡൊണേറ്റ് ചെയ്തത് ഇഷ്ടപ്പെടാത്ത മിൻ അവൾ ഇല്ലീഗലി പണം ഉണ്ടാക്കുന്നുണ്ട് എന്നാരോപിച്ച് അവരുടെ കമ്പനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടിട്ടുണ്ടാകും. ഇതൊക്കെ ഇയാനെ തകർക്കാണെന്ന് മനസ്സിലാക്കിയ ഹീജുവിന് ഒരുപാട് ദേഷ്യം വരും. അവളുടെ ഫാമിലി അവളെ കുറ്റപ്പെടുത്താതെ അവളുടെ ഒപ്പം തന്നെ നിൽക്കും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ആരാണെന്നൊക്കെ ദയോങ്ങിനോട് കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ പറയും. അവരുടെ അച്ഛന് ടെൻഷൻ ആകണ്ട എന്ന് വെച്ച് പ്രസ് കോൺഫറൻസ് ഒക്കെ തേജു അറ്റൻഡ് ചെയ്തോളാം എന്ന് അവൻ പറയും. അവിടുന്ന് ഹീജു പോകാൻ നിൽക്കുമ്പോൾ അവളോട് ഒറ്റയ്ക്ക് പോകണ്ട, തേജുവിനോട് അവളെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ അവളുടെ അച്ഛൻ പറയും. അവളുടെ അച്ഛനും തേജുവിനും ഒക്കെ അവളോട് ഇത്രയ്ക്ക് കെയർ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഹീജു അറിയുന്നത്. അവരങ്ങനെ പാലസിലെത്തുമ്പോൾ കാസ്റ്റിൽ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ അവൾ പറഞ്ഞത് കേട്ട് നിനക്ക് എന്നോട് കെയർ ഉണ്ടോ എന്ന് തേജു പറയുമ്പോൾ അതൊന്നും അവൾ സമ്മതിക്കില്ല. എനിക്ക് നിന്നോട് കെയർ ഉണ്ടായിട്ടൊന്നുമല്ല, ഇനി മുതൽ ഞാൻ നിന്നോട് ഹാർഷാവാതെ പെരുമാറാം എന്നൊക്കെ പറഞ്ഞ് അവനെ ബ്രദർ എന്നൊക്കെ ഹീജു വിളിക്കും. തേജുവിനോട് സ്നേഹത്തിൽ സംസാരിച്ച ചമ്മലോടെ ഹീജു പെട്ടെന്ന് തന്നെ പാലസിലേക്ക് കയറി പോകും. ഹീജു അവനെ ബ്രദർ എന്ന് വിളിച്ചതിൽ അവൻ ഒരുപാട് സന്തോഷമാകും. പാലസിലെത്തിയ ഹീജു ഇയാന്റെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. പ്രോസിക്യൂഷൻ ടീം അവളുടെ കാസ്റ്റിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നും അവളോട് ഇതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞ് തേജു റിപ്പോർട്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞ് ഇത്തവണ അവളുടെ അച്ഛനും ബ്രദറും ഒന്നും അവളോട് ദേഷ്യപ്പെട്ടില്ല. പക്ഷേ അവരവൾക്ക് സപ്പോർട്ടായി നിന്നത് അവൾക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ ഇയാനോട് അവൾ പറയും. ക്യൂൻ മദർ അവളുടെ മകനെ ഓർക്കുമ്പോൾ മിൻ പറഞ്ഞ കാര്യമൊക്കെ അവൾ ഓർക്കും. 3 വർഷം മുന്നേ കിങ്ങിന്റെ ഓർഡർ ഒക്കെ ക്യൂൻ മദർ കത്തിച്ചു കളഞ്ഞതൊക്കെ മിന്നിനെ അറിയാമായിരുന്നു. ഇത്രയും കാലം ക്രൗണിനൊരു പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചായിരിക്കും മിൻ അത് മറച്ചു വെച്ചത്. ഈ സത്യം പുറത്തു വന്നാൽ അവളുടെ മകനെ ഒരു കിങ് ആയിട്ടോ റോയൽ ഫാമിലി ആയിട്ടോ ആരും അറിയപ്പെടില്ല, മറിച്ച് ഒരു ക്രിമിനൽ ആയിട്ടായിരിക്കും എല്ലാവരും അറിയപ്പെടുക എന്നൊക്കെ മിൻ അവളോട് പറയും. ക്രൗണിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നീ ഇയാനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നവൾ ചോദിക്കുമ്പോൾ
എനിക്ക് വേണ്ട കാര്യം നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നായിരിക്കും മിൻ അവളോട് പറഞ്ഞത്. അവളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി മിൻ പറഞ്ഞതുപോലെ കേൾക്കാൻ വേണ്ടി അവൾ തയ്യാറാകും. അടുത്ത ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തേച്ചു വരുമ്പോൾ അവന് ചുറ്റും മീഡിയാസ് ഒക്കെ വന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അവൻ നല്ല കൂളായി ക്രൗണും ക്യാബിനറ്റും കാസ്റ്റിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്, അതിനുവേണ്ടി ഞാൻ കോർപ്പറേറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അവൻ അവിടേക്ക് കയറി പോകും. ഇയാനോട് ഇതോ ക്യൂൻ മദറിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇയാന് സപ്പോർട്ടായിട്ട് ക്യൂൻ മദർ നിൽക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്ന് ദോ പറയുമ്പോൾ അവളിപ്പോ അവളുടെ വാശിയെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഇയാൻ പറയും. ഹീജു ക്യൂൻ മദറിനെ കാണാൻ വന്ന് അവളോട് ഹെൽപ്പ് ചോദിക്കും. ക്യൂൻ മദറിന്റെ വാക്കുകളായിരിക്കും റോയൽ ഫാമിലി എല്ലാവരും കേൾക്കുക. റൂമിലെത്തിയ ക്യൂൻ മദർ മിന്നിനെ കോൾ ചെയ്ത് മിൻ പറഞ്ഞതൊക്കെ കേൾക്കാമെന്ന് അവൾ സമ്മതിക്കും. അടുത്ത ദിവസം മീറ്റിംഗ് കൂടുന്ന ഇയാൻ മൊണാർക്കി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ വീണ്ടും പറയുമ്പോൾ മിന്നടക്കം ബാക്കി എല്ലാവരും അതിനെ എതിർക്കും. രാജ്യം നിലനിർത്താൻ വേണ്ടിയൊന്നുമല്ല, അവർക്ക് അവരുടെ പണവും പദവിയും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനായിരിക്കും മിന്നടക്കം എല്ലാവരും അതിനെതിർക്കുന്നത്. രാജഭരണം നിലനിർത്തുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ മിൻ വാ തുറന്ന് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ഹീജു കയറി വന്ന് അതുകൊണ്ടായിരിക്കുമല്ലേ നീ കിങ്ങിനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുമ്പോൾ മിൻ ഒന്ന് സൈലന്റ് ആകും. അവിടെയുള്ളവരെല്ലാം ഹീജു പറഞ്ഞത് കേട്ട് ഷോക്കാകും. ഹീജു അവളുടെ ഫോൺ എടുത്ത് ഒരു റെക്കോർഡിംഗ്സ് അവൾ പ്ലേ ചെയ്യും. ക്യൂൻ മദറിനോട് അന്ന് മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ റെക്കോർഡ് ചെയ്തിരുന്നു, അതാണ് ഈ പാട്ട് പ്ലേ ആവുന്നത്. അന്ന് ക്യൂൻ മദറിനെ കാണാൻ പോയപ്പോൾ ഈ റെക്കോർഡിംഗ്സ് ഒക്കെ അവൾ ഹീജുവിനെ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ സത്യമാണോ എന്ന് ഇയാൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ബാക്കി മെമ്പേഴ്സ് ഒക്കെ മിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അതെല്ലാം തടഞ്ഞുകൊണ്ട് ഇയാൻ മിന്നിനോട് സത്യം പറയാൻ വേണ്ടി പറയും. ഹീജു അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹ്യോങ് പോലീസ് ഓഫീസേഴ്സിനെ ആയിട്ട് വരുന്നുണ്ടാകും. ഇയാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൾ അവനോട് പറയും. ഇയാനും മിന്നും കൂടി ഒരു റൂമിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. നീ തന്നെയാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഇയാൻ സങ്കടത്തോടെ കൂടി ചോദിക്കും. അതെ എന്ന് മിൻ പറയുമ്പോൾ ഇയാന് അതൊന്നും സഹിക്കാൻ പറ്റില്ല. താൻ ഇത്രയ്ക്ക് വിശ്വസിച്ചിരുന്ന മിൻ അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് ഇയാന് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഇയാൻ ചോദിക്കുമ്പോൾ ഒരുപാട് തവണ ഹീജുവിനെ വെറുതെ വിടാൻ വേണ്ടി അവൻ പറഞ്ഞതാണ്, അവൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ മിൻ പറയും. ഞാനൊരിക്കലും അവളെ നിന്നിൽ നിന്ന് തട്ടിയെടുത്തതല്ല, ഇതൊക്കെ നിന്റെ ഫോൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൻ അവിടുന്ന് പോകും. ഇതൊക്കെ കേട്ട മിൻ അവന്റെ ഉറ്റ സുഹൃത്തായ ഇയാനെ കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം ഓർത്ത് അതിന്റെ കുറ്റബോധത്തിൽ അവൻ അവിടുന്ന് കരയും. ഇയാൻ അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ മിന്നിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഇയാൻ നേരെ വരുന്നത് ഹീജുവിന്റെ അടുത്തേക്കാണ്. അവൾ അവനെ ആശ്വസിപ്പിക്കും. രണ്ടുപേരും ഒരുപാട് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു മിൻ. അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ നടന്നപ്പോൾ അത് ഇവർക്ക് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. രാജഭരണം ഇനി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായി ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയാണ്. രാജഭരണം നിർത്തലാക്കാൻ വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യും. ഇയാൻ റോയൽ ഫാമിലിയിലുള്ളത് കൊണ്ട് ഹീജു അവനെ യുവർ മജസ്റ്റി എന്നൊക്കെ ആയിരുന്നു വിളിക്കാറ്. അതുകൊണ്ട് ഇനി ഈ വോട്ടിംഗ് ഒക്കെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവനെ അവന്റെ പേര് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി ഇയാൻ അവളോട് ആവശ്യപ്പെടും. ഹ്യോങ്ങും ദോയും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഹ്യോങ് അവളുടെ കൈയൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് സമയമാകുമ്പോൾ ദോ അവളുടെ കൈയൊക്കെ എടുക്കും. മൊണാർക്കി നിർത്തലാക്കിയാൽ നീ നല്ല സാഡ് ആവുമല്ലേ, നിന്റെ വീട് പാലസ് അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും കുഴപ്പമില്ല, അഥവാ മൊണാർക്കി നിർത്തലാക്കിയാലും ഇയാനും ഹീജുവും എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകും, നീയും എന്റെ കൂടെ ഉണ്ടാകും എന്ന് ഹ്യോങ് പറയും. ഇത് കേട്ടതോ നിന്റെ ഫേസിൽ എന്തോ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവനെ അടുത്തേക്ക് വിളിച്ച് അവനെ കിസ് ചെയ്യും. അങ്ങനെ ഹ്യോങ്ങും ദോയും അവിടെ വെച്ച് സെറ്റ് ആകും. അവരുടെ ബസ് വന്നതൊന്നും അവരറിയുക പോലും ചെയ്യില്ല. ആളുകൾ വോട്ട് ചെയ്തതൊക്കെ മൊണാർക്കി അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഇപ്പൊ അതൊക്കെ ഓർഡറാക്കി ഇയാൻ അവിടെ അനൗൺസ് ചെയ്യും. അങ്ങനെ കൊറിയയില് രാജവാഴ്ച അവസാനിക്കുകയാണ്. അവിടുത്തെ അവസാനത്തെ കിങ് ആയിരിക്കും ഇയാൻ. ഇയാന്റെ ഒറിജിനൽ നെയിം ലീ വാൻ എന്നായിരിക്കും. ഇയാന്റെ ആഗ്രഹപ്രകാരം ഈ രാജഭരണമൊക്കെ അവസാനിച്ചത് കൊണ്ട് ഹീജു അവന്റെ പേര് പറഞ്ഞു വിളിക്കും. അത് കേട്ട് ഇയാൻ ഒരുപാട് ഹാപ്പിയാകും. അങ്ങനെ 3 വർഷം കടന്നു പോയിരിക്കുകയാണ്. 3 വർഷത്തിന് ശേഷം ഹീജു വീണ്ടും കാസ്റ്റൽ ഗ്രൂപ്പിന്റെ സിഇഒ ആയിട്ട് ജോയിൻ ചെയ്യും. 3 വർഷത്തേക്ക് മാറി നിന്നതാണെങ്കിലും അവൾ ആദ്യമായിട്ട് കമ്പനിയിൽ വരുന്നത് പോലെ ആയിരിക്കും അവൾക്ക് ഫീൽ ചെയ്യുക. അവളുടെ ആബ്സെൻസിൽ ഒരു ലോഡ് വർക്കൊക്കെ അവൾക്ക് പെൻഡിങ് ആയിരിക്കും. ഹീജു അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് തേച്ചു വന്ന് ഇനി ബിസിനസ് ഒക്കെ അവളോട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറയും. ഇത്ര പെട്ടെന്ന് നീ റിട്ടയർഡ് ആവാൻ പോവുകയാണോ എന്നൊക്കെ ഹീജു ചോദിക്കുമ്പോൾ ദയോങ് പ്രഗ്നന്റ് ആണ്,
നീ ഒരു ആന്റി ആവാൻ പോവുകയാണ് എന്നൊക്കെ അവൻ പറയും. ഇനി എല്ലാ ജോലിയും ദോയോങ്ങിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പെറ്റേണിറ്റി ലീവ് വേണം എന്ന് തേച്ചു പറയുമ്പോൾ അത് കേട്ട് ഹീജു അവനെ ഓടിക്കും. ഹ്യോങ്ങും ഇയാനും കൂടി ഡിന്നർ കുക്ക് ചെയ്യായിരിക്കും. ഇയാൻ വളരെ സ്ലോ ആയിട്ട് കട്ട് ചെയ്യുന്നത് കണ്ട് ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എന്ന് ഹ്യോങ് പറയും. ഇത്ര കാലമായിട്ടും നീ എന്താ ജോബിന് തിരിച്ചു കയറാത്തത് എന്നൊക്കെ ഹ്യോങ് ചോദിക്കുമ്പോൾ കുറെ കാലം ഞാൻ രാത്രിയും പകലുമായിട്ട് വർക്ക് ചെയ്തതല്ലേ, ഇനി കുറച്ചു കാലം കൂടി ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ഇയാൻ പറയും. ഇയാൻ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഹീജുന്റെ കോൾ വരും. അവളോട് സംസാരിച്ചുകൊണ്ട് അവന്റെ കയ്യിലിരുന്ന ഉപ്പൊക്കെ അവൾ ഉണ്ടാക്കിയ ഡിഷിലൊക്കെ ഇടും. അവള് ബിസി ആയതുകൊണ്ട് അവൾക്ക് ഇന്ന് ഡിന്നറിന് വരാൻ പറ്റില്ല, ദോയും വരില്ല എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ടാക്കും. രണ്ടുപേരും ബിസി ആയതിൽ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ് ഹ്യോങ്ങും ഇയാനും. അവരുടെ കുക്കിംഗ് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇപ്പൊ അവർ പുറത്ത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവരുടെ 3rd ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ആയിട്ട് ഹ്യോങ്ങിന്റെ കയ്യിൽ റിംഗ് ഒക്കെ ഉണ്ടാകും. ഹീജുവിന്റെയും ഇയാന്റെയും റിലേഷൻ ഫുള്ളി റിയൽ അല്ലാത്തത് കൊണ്ട് അവനോട് അവളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ഹ്യോങ് പറഞ്ഞു കൊടുക്കും. ഹീജുവിന്റെ അച്ഛൻ അവളെ കാണാൻ വന്ന് എനിക്കൊരിക്കലും നീ ലോസ് ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, എല്ലാവരോടും നീ ഫൈറ്റ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവളുടെ അച്ഛൻ പറയും. അച്ഛന്റെ വാക്ക് കേട്ട് അവൾ ഇമോഷണൽ ആകും. അവൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇയാൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ പേടിക്കും. അവൾ വരുന്നത് വരെ ഉറങ്ങാതെ കാത്തിരുന്നതായിരിക്കും ഇയാൻ. തേജു അവന്റെ കമ്പനി ഹീജുവിനെ വിശ്വസിച്ചേൽപ്പിച്ചതിന് വളരെ എക്സൈറ്റഡ് ആണ് ഹീജു. അവരുറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ഹസ്ബൻഡ്സിന്റെ കയ്യിലും റിംഗ് ഉണ്ടാവും, എനിക്കും ഒരു റിംഗ് തരുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതിന്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് അവൾ ഉറങ്ങിപ്പോകും. ഇയാൻ ഹീജുന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയൊക്കെ പ്ലാൻ ഇടുകയായിരിക്കും. പക്ഷെ അവന്റെ പ്ലാനിങ് ഒക്കെ ഹീജു കേൾക്കും. വീട്ടിലെത്തിയ ഹീജു ഇതുകൊണ്ടാണോ നീ കഴിഞ്ഞ ദിവസം റിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വെഡ്ഡിങ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇയാൻ പറയും. അതിന്റെ ആവശ്യം എന്താ, നമ്മുടെ വെഡ്ഡിങ് ഓൾറെഡി കഴിഞ്ഞതല്ലേ എന്നൊക്കെ ഹീജു പറയും. നിനക്ക് എപ്പോ മുതലാ എന്നോട് റിയൽ ഫീലിങ്സ് തുടങ്ങിയത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയം അവളെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഇയാൻ അവളെ ഇഷ്ടമായിരുന്നു. ആ കാര്യമൊക്കെ ഇയാൻ അവളോട് ഇപ്പൊ പറയും. പാലസിലെ സാധനങ്ങളെല്ലാം ഇപ്പൊ മ്യൂസിയത്തിൽ എക്സിബിഷൻ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇയാനും ഹീജുവും ഹ്യോങ്ങും ദോയും എല്ലാവരും കൂടി സ്പോർട്സ് കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ കിങ് അല്ലാത്തത് കൊണ്ട് ഇയാൻ മാച്ചിങ് ജേഴ്സി ഒക്കെ ഇട്ടാണ് വരുന്നത്. ഇപ്പൊ അവിടുത്തെ കിസ്സിംഗ് ക്യാമ്പിൽ അവരുടെ ഫേസ് ഒക്കെ കാണിക്കും. അങ്ങനെ ഇവരെല്ലാവരും ഹാപ്പിയായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ ഡ്രാമ ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു പുതിയ ഡ്രാമയായിട്ട് വരുന്നത് വരേക്കും ബൈ.